ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ മെയ് മാസത്തെ നമ്മുടെ ലോങ് വീഡിയോ ആണ്. കഴിഞ്ഞ മാസം ഇടാൻ പറ്റിയില്ല. കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ എടുത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, കയ്യിൽ നിന്നെല്ലാം പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മാസത്തൊട്ട് സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെ പല പല റുട്ടീനും നമുക്ക് നന്നാവാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ മാസത്തൊട്ട് ഞാൻ നന്നാവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എത്രത്തോളം പോകുന്നു അറിയൂടാ. നമുക്ക് കുട്ടി കുട്ടി മാറ്റങ്ങളാണ് ഈ മാസത്തൊട്ട് ഞാൻ മാറ്റാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അതായത് 100%-ൽ 2% മടി മാറിയിട്ടുണ്ട്. ഇനി 98% ആ 98%-ൽ നിന്നും 97% മടി നമുക്കിനി മാറ്റണം. 1% മടി അവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കോഫി കുടിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നിട്ട് 2 കൊല്ലമായി. ആ 2 കൊല്ലത്തെ ജേണി ഞാനിങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ജർമ്മനിലോട്ട് വരാൻ നിൽക്കുന്നവർക്ക് ടിപ്സൊക്കെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു പോവാ. പിന്നെ ഈ പലരും പല ഉപദേശങ്ങളൊക്കെ തരും. അത് കേൾക്കാൻ നിൽക്കരുത്. ഏജൻസിക്കാർ തരുന്ന ഉപദേശം നിങ്ങളിവിടെ വന്നിറങ്ങിയാൽ മതി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. അത് കേൾക്കരുത്. നാട്ടിൽ നിൽക്കുമ്പം അവിടെ ചെന്ന കഷ്ടപ്പാടാന്ന് പറയുന്ന ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വാക്ക് കേൾക്കരുത്. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കുറച്ച് സ്ട്രഗിളിങ് ഇപ്പോൾ എല്ലായിടത്തും കാണും. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ മൈൻഡ് സെറ്റാണ് കേട്ടോ ഇതിലേക്കൊരു കാര്യം. ഓക്കെ, ഇപ്പം ഞാനൊരു കോഫി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഓർത്തത്, ഞാൻ മിക്കപ്പോൾ ഒരു കോഫി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാകാറില്ല. ഞാനിങ്ങനെ ആൾക്കാർക്ക് കോഫി എടുക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും കോഫി ആർക്കും ഉണ്ടാക്കി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മുഖത്തടിച്ച രീതിയിൽ എൻ്റെ ഒരു കസിനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ പറഞ്ഞ് ചായ കൊള്ളൂലാലും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഈ കൂട്ടത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയാം. പറയണമെന്ന് തോന്നി പറഞ്ഞു. ഓക്കെ, ഞാൻ രാവിലെ തന്നെ ഇപ്പം പെട്ടെന്ന് ജോബും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സ്ട്രഗ്ലിങ് ഇല്ലാത്ത ഒരു ലൈഫ് ഇല്ല. പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ 2 കൊല്ലത്ത് കൊണ്ട് ഞാൻ കുറേ ജീവിത പാഠങ്ങൾ പഠിച്ചു. എൻ്റെ 20കളിൽ പഠിക്കാത്ത പാഠം ഞാൻ എൻ്റെ 30കളിലാണ് ഗൈസ് പഠിച്ചത്. ഈ ഏജിലൊന്നും ഒരു കാര്യമില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മുടെ ചുറ്റുപാടനുസരിച്ചാണ് നമ്മുടെ ഒരു മെച്ചോറിറ്റിയും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി, അങ്ങനെ പല കാര്യങ്ങളും വരുന്നത്. ഇത് പല വീഡിയോയിലും പലപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്നെ തീരെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ സത്യത്തിൽ അവർ ഒരു വയസ്സിന് ഞാൻ ആ മൂത്തെങ്കിലും കാര്യപ്രാപ്തി അവർക്കായിരിക്കും കൂടുതലും. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ മാറാനുണ്ട്. നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ കുറേയൊക്കെ മാറ്റം വരുത്തണം ഈ മാസം തൊട്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഞാൻ ചെറുതായിട്ട് ചെയ്തു തുടങ്ങാമെന്ന് വെച്ചു. പിന്നെ ഇതിനിടയിൽ ഞാനൊരു വലിയൊരു കാര്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡയറ്റിങ് ചെയ്യാനായിട്ട് നോക്കി. അത് ഫ്ലോപ്പായി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ക്ലാസ്സും ഇല്ല, ജോബും ഇല്ലാതെ ഇരുന്നിട്ട് ഈ ഫുഡും കൂടി കഴിക്കാൻ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര ഡിപ്രഷനായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, വേണ്ട, നമുക്ക് ഫുഡ് കഴിക്കാം, ഫുഡിനെ അവോയ്ഡ് ചെയ്യണ്ട, എല്ലാം കൂടി ഒറ്റയടിക്ക് വേണ്ട. ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ ചബ്ബി ആവുന്നൊക്കെ ഞാനങ്ങ് സഹിച്ചു. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇടയ്ക്ക് ഫുഡ് കഴിച്ചില്ലേ. പക്ഷെ എന്നാലേ നമുക്കിതിനൊക്കെ വേറെ വഴി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നടക്കാനൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യാം. എനിക്ക് അതിന് ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മടി എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് മാറ്റാണ്. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഏതൊരു പ്രശ്നം വന്നാലും നേരിടാൻ പഠിക്കണം എന്നിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് കഴിഞ്ഞില്ല, ആ ഒരു പഠിത്തമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ട് മുറുകെ പിടിക്കുക. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പുള്ളിക്കാരനായിട്ട് ചെറിയൊരു കൂട്ടുണ്ട്, ചെറുതല്ല നല്ല കൂട്ടുണ്ട്. പിന്നെ ഒരു സൗന്ദര്യപ്പിണക്കം ചെറുതായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു